പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചാണ്ടിയുമ്മനെക്കുറിച്ച് സംസാരിക്കാനാണ്. ചാണ്ടിയുമ്മനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിലിനെക്കുറിച്ചും ഷാഫി പറമ്പിലിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കേണ്ടി വരും. നമ്മുടെ ചാണ്ടിയുമ്മൻ എവിടെ പോയി? നിങ്ങൾ ചാണ്ടിയുമ്മനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഓർക്കാറുണ്ടോ? ഞാൻ ഓർക്കാറുമുണ്ട്, ചിന്തിക്കാറുമുണ്ട്. പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട എല്ലാ ന്യൂസുകൾ വരുമ്പോഴും ഞാൻ ചാണ്ടിയുമ്മനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. അന്ന് ഉമ്മൻചാണ്ടിക്ക് പകരമായി ചാണ്ടിയുമ്മൻ മത്സരിക്കുമ്പോൾ വന്ന ആ ഒരു വാർത്താ പ്രാധാന്യം അതിനുശേഷം ചാണ്ടിയുമ്മന് കിട്ടുന്നതേയില്ല. ഒരുപക്ഷെ തരൂർ തന്ത്രങ്ങൾ ചാണ്ടിയുമ്മനൊന്ന് പയറ്റി നോക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. എന്താണ് തരൂർ തന്ത്രങ്ങൾ എന്നല്ലേ? ഒന്നുമില്ല. നമ്മുടെ തരൂർ സാറിൻ്റെ ഒരു പ്രത്യേകതയാണ്, അദ്ദേഹത്തെക്കുറിച്ച് വാർത്തകളൊന്നും വരാതിരിക്കുമ്പോൾ ഒരുപക്ഷെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള പരസ്യം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഒക്കെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുക എന്നത്. ഇപ്പോൾ ഇതാ വീണ്ടും BJPയെ സൂചിപ്പിച്ചുകൊണ്ട് എന്തെല്ലാമോ തരത്തിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പക്ഷേ തരൂർ സാറിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം BJP നേതാക്കന്മാരെക്കുറിച്ച് CPI നേതാക്കന്മാരൊക്കെ കുറിച്ച് സംസാരിച്ചാലും മത്സരിക്കുന്നത് കോൺഗ്രസ്സിന് വേണ്ടിയിട്ടായിരിക്കും. അതൊരു വളഞ്ഞ വഴിയാണ്. ആ വഴിയിലൂടെ നമ്മുടെ ചാണ്ടിയുമ്മൻ സഞ്ചരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു പൊളിറ്റിക്സ് നേതാവിന് അങ്ങനെ എന്തെങ്കിലും ഒരു തന്ത്രങ്ങൾ കൈവശം ഉണ്ടായിരിക്കുന്നതല്ലേ നല്ലത്. അല്ലാത്ത പക്ഷം അവരെക്കുറിച്ചുള്ള ഓർമ്മകളേ മാഞ്ഞു പോകും. വീണ്ടും പുതുപ്പള്ളിയിൽ ഒരു ഇലക്ഷൻ വരുമ്പോൾ മാത്രം ചാണ്ടിയുമ്മനെക്കുറിച്ച് ഓർക്കുക, ഇലക്ഷൻ കഴിഞ്ഞു പോകുമ്പോൾ വീണ്ടും ചാണ്ടിയുമ്മനെ മറക്കുക. അത്ര പ്രാധാന്യം മാത്രമേ ഉള്ളൂ ചാണ്ടിയുമ്മന്? ഒരിക്കലും അല്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനും ഷാഫി പറമ്പിലിനും കിട്ടേണ്ട അതേ പ്രാധാന്യം ചാണ്ടിയുമ്മനും കിട്ടേണ്ടത് തന്നെയാണ്. നമ്മൾ 90 കിഡ്സിന് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള ആളുകൾക്കൊക്കെ അറിയാം. നമ്മുടെയൊക്കെ ഒരു സ്കൂൾ ടൈമിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ഒരു UP LP സ്കൂൾ ടൈമിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം മോഹൻലാലിനെയാണോ സുരേഷ് ഗോപിയെയാണോ മമ്മൂട്ടിയെയാണോ? പിന്നെ നമ്മൾ ഹൈസ്കൂൾ ടൈമിലേക്ക് എത്തിയപ്പോൾ പതുക്കെ സുരേഷ് ഗോപി അതിൽ നിന്ന് ഇല്ലാതെയായി. മോഹൻലാൽ മമ്മൂട്ടി എന്നൊരു ലെവലിലേക്ക് മാത്രമായി കാര്യങ്ങൾ. ഇതുപോലെയാണ് കേരള പൊളിറ്റിക്സിലും നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും ചാണ്ടിയുമ്മനും ഷാഫി പറമ്പിലും നല്ല നേതാക്കന്മാരാണ്. അവർക്കിടയിൽ ഒരു മത്സരമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല. പക്ഷെ എന്തുകൊണ്ടോ മലയാള സിനിമയിൽ സുരേഷ് ഗോപിക്കുള്ള ഒരു പ്രാധാന്യം ഇല്ലാതായതുപോലെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ചാണ്ടിയുമ്മന് ഒരു പ്രാധാന്യം ഇല്ലാതാവുന്നത് പോലെ തോന്നുന്നു. അവരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി പറയുന്നതല്ല ഞാൻ എൻ്റെ ഒരു തോന്നൽ പറഞ്ഞു എന്ന് മാത്രം. ഒരുപാട് കഴിവുള്ളൊരു നേതാവാണ് ചാണ്ടിയുമ്മൻ. എന്നിട്ട് പോലും അദ്ദേഹത്തിന് വേണ്ടത്ര പ്രാധാന്യം പാർട്ടിയിൽ കിട്ടുന്നില്ല എന്നൊരു തോന്നൽ. ഈ വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ നമ്മുടെ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലിനും കിട്ടേണ്ട അതേ പ്രാധാന്യം ചാണ്ടിയുമ്മനും കിട്ടേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാർക്കിടയിൽ എത്രയ്ക്ക് അടി ഉണ്ടാകുന്നു എന്ന വ്യാജ പ്രചാരണം മറ്റ് ഇടതും BJP അല്ലെങ്കിൽ CJP ഒക്കെ നടത്തിയാലും ഉറപ്പായിട്ടും കോൺഗ്രസ് തന്നെ ഭരണത്തിൽ വരും. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം കോൺഗ്രസ് ഭരണത്തിൽ വരേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ജനങ്ങൾ ഒരു അവസരം കോൺഗ്രസ്സിന് കൊടുത്തിരിക്കും. ആ ഒരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് ഞാൻ ആരെയും സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ അടുത്തിടെ വന്നുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്സ് വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.